നമസ്കാരം. വർത്തമാന കേരളത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആലത്തൂരിന്റെ പെങ്ങളൂട്ടി, പാട്ടുകാരിയായ പെങ്ങളൂട്ടി തോറ്റു. ഡിം തേ കെടുക്കണു. ഇതാ സംഭവിച്ചത്. വളരെ സിമ്പിൾ. അതായത് കേരളത്തിൽ മുഴുവൻ UDFന്റെ നേതാക്കളും ഒക്കെ, അതായത് MP ആയിരുന്ന ആള് മത്സരിച്ചിട്ട് തോറ്റത് രണ്ടാള്. ഒന്ന് മുരളീധരനും ഒന്ന് രമ്യ ഹരിദാസും. എന്തേ രമ്യ തോറ്റത്? അവിടെയല്ല, അത് ചർച്ച ചെയ്യപ്പെടേണ്ട. കാരണം ചില നിലപാടുകളൊക്കെ എടുക്കുമ്പോൾ ചെറിയ ചെറിയ നിലപാടുകൾ വിഷയങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ ഒരു പക്ഷെ തോന്നിയേക്കാം. രമ്യയെ അവിടെ തോൽപ്പിച്ചത് ഒരു വിഭാഗം ആളുകളാണ്. അതൊക്കെ വ്യക്തമായിട്ട് തീരുമാനം എടുത്തു. രമ്യ ഹരിദാസ് മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് തീരുമാനിച്ച ഒരു വിഭാഗം ജനത ആലത്തൂരിന്റെ മണ്ഡലത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. കാരണം മറുനാടൻ മലയാളി ഷാജൻ സക്രിയ എന്ന് പറയുന്ന കേരളത്തിലെ ഒരുപാട് പ്രശ്നങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ടായ ഒരു യൂട്യൂബറെ നിരന്തരമായി സപ്പോർട്ട് ചെയ്യുക. കാരണം PV അൻവറുമായിട്ട് പ്രശ്നം നടക്കുക, കേരള മുഖ്യമന്ത്രിയുമായിട്ട് പ്രശ്നം നടക്കുക, യൂസുഫ് അലിയെ പോലെയുള്ള പ്രഗത്ഭരായ വ്യവസായികളെ മേച്ചമായ രീതിയിൽ അധിക്ഷേപിക്കുക, ലുലു മാളിനെതിരെ പറയുക. അതായത് ഒരു പ്രത്യേകതരം ആളുകളെ തെരഞ്ഞെടുത്ത് പിടിച്ചുകൊണ്ട് ആക്രമിക്കുന്ന ഒരു പ്രവൃത്തി കാണിച്ചിരുന്ന മറ്റേ മറുനാടൻ മലയാളി ആക്രമിച്ചിരുന്ന മറുനാടൻ മലയാളി എന്ന് പറയുന്ന യൂട്യൂബർക്ക് ഫുൾ സപ്പോർട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു യൂട്യൂബ് ചാനലിൽ ആ ചാനലിൽ പരമാവധി പ്രൊമോട്ട് ചെയ്തു. അതല്ലെങ്കിൽ അവരെ കുറിച്ച് നന്മകൾ പറഞ്ഞു, നല്ലത് പറഞ്ഞു. പെങ്ങളൂട്ടി ഇപ്പൊ ജയിക്കും അപ്പ ജയിക്കും എന്നൊക്കെ പറഞ്ഞു നല്ലത് പറഞ്ഞു എന്നുള്ളതിൻ്റെ ഒക്കെ ഒരു പേരിൽ അത് രമ്യ ഹരിദാസ് മനസ്സിലാക്കി പോയത്. രമ്യ ഹരിദാസിനെ എല്ലാവരും പിന്തുണച്ചിരുന്നു, രമ്യ ഹരിദാസിനെ എല്ലാവരും സഹായിച്ചിരുന്നു, മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടിരുന്നു, ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നു. ആ രമ്യ ഹരിദാസ് വെറും ഒരു ഇസ്പിയുടെ ഏഴാങ്കുലിയായ മറുനാടൻ മലയാളിയെ പോലെയുള്ള ഷാജൻ സക്രിയെ പോലെയുള്ള ആളുകളെ ശക്തമായി പിന്തുണയ്ക്കുകയും ആ വിഷയം നടക്കുമ്പോൾ, അതായത് ആ വിഷയം PV അൻവറുമായി പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക, ഇടതുപക്ഷക്കാരനാണ്, CPM-കാരനാണ് PV അൻവർ എന്നുണ്ടെങ്കിലും ഇവര് UDFന്റെ ആളാണെങ്കിൽ PV അൻവർ പറഞ്ഞിരുന്നതിൽ കുറെ വസ്തുതകൾ, യാഥാർത്ഥ്യങ്ങൾ, സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന വാർത്തകൾ പ്രചരിപ്പിക്കുക, ബോബി ചെമ്മന്നൂരിനെ അടിച്ചാക്ഷേപിക്കുക. ബോബി ചെമ്മന്നൂര് വലിയ നല്ലവനാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. 100% കറഞ്ഞ മനുഷ്യരായ തെറ്റ് പറ്റും. ഷൈൻ നിഗമത്തിന്റെ വിഷയത്തിലൊക്കെ പ്രതികരിക്കുക. അതായത് ചില പ്രത്യേക വിഭാഗം, തെരഞ്ഞെടുക്കപ്പെട്ട ചില വിഭാഗങ്ങൾക്കെതിരെ ശക്തമായി ആഞ്ഞടിച്ച് വായിൽ തോന്നിയ തോന്നിവാസം വിളിച്ച് വർഗീയതയൊക്കെ ഉണ്ടാക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന, മനസ്സുകളിൽ വിള്ളൽ ഉണ്ടാക്കാൻ, മതേതര മനസ്സുകളിൽ വിള്ളൽ ഉണ്ടാക്കാൻ പ്രത്യക്ഷത്തിലും പരോക്ഷമായിട്ടൊക്കെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന മറുനാടൻ മലയാളിയുടെ പ്രശ്നം ശക്തമായി കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത്, അയാൾ ഒളിവിൽ പോയ സമയത്ത്, മറുനാടൻ മലയാളി ഒളിവിലിരിക്കുമ്പോൾ രമ്യ ഹരിദാസിന്റെ ആളില് ഫോട്ടോ, ഷാജൻ സക്രിയ രമ്യ നിൽക്കുന്ന ഫോട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് മുങ്ങി അവിടേക്ക് പോയി മറുനാടൻ അങ്ങനെ മുങ്ങി എന്ന് പറയുമ്പോൾ രമ്യ ഹരിദാസ് ചർച്ച നടത്തുന്ന ഫോട്ടോ. ഇത്തരത്തിലുള്ള കൃമികീടങ്ങളെ സഹായിച്ചു കഴിഞ്ഞാൽ, ഈ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ നടക്കുന്ന ആളുകളെ സഹായിച്ചു കഴിഞ്ഞാൽ, രമ്യ ചേച്ചി, ആലത്തൂരിന്റെ പെങ്ങളൂട്ടി, കേരളത്തിലെ ജനങ്ങൾ ബുദ്ധരാണ്, മതേതര മുഖമുള്ളവരാണ്. അവർ കുറെ ആളുകൾ തീരുമാനിച്ച് കൃത്യമായി ആഞ്ഞടിച്ച് തിരിഞ്ഞു പടച്ചതാണ് ചേച്ചിയുടെ പരാജയത്തിന് കാരണം. അല്ലാണ്ട് ഇനി ഇതിന് അങ്ങനെയാണ് പരാജയപ്പെട്ടത്, ഇങ്ങനെയാണ് പരാജയപ്പെട്ടത്. രാധാകൃഷ്ണന്റെ വലിയ ഇതുകൊണ്ടാണ്. രാധാകൃഷ്ണൻ ചേലക്കര മണ്ഡലത്തിൽ അറിയപ്പെടുന്ന, അന്ന് മന്ത്രിയായിരിക്കുന്ന അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിലുള്ള വോട്ട് ആലത്തൂർ മണ്ഡലത്തിൽ കിട്ടും. പ്രത്യേകിച്ച് ചേലക്കര, പഴയന്നൂർ മേഖലകളിലൊക്കെ അദ്ദേഹത്തിന് ആ ഭാഗത്തൊക്കെ നല്ല വോട്ട് കിട്ടുന്ന ഒരാളാണ്. വടക്കഞ്ചേരി, പുതുക്കോട്, കണ്ണമ്പറ, ചേലക്കര ആ മണ്ഡലത്തിന്റെ ആ വൃഷ്ടി പ്രദേശങ്ങളിലൊക്കെ നല്ല സ്വാധീനമുള്ള കറകളഞ്ഞ ഒരു നേതാവ്, ചെറുപ്പക്കാരനാണ്, ശക്തനാണ്, കരുത്തനാണ്. അദ്ദേഹത്തിന്റെ മാത്രമല്ല ആ ഒരു പ്രഭാവം കൊണ്ട് കിട്ടി കഴിഞ്ഞാലും ഈ ഒരു തരംഗത്തിൽ നിങ്ങൾ ജയിച്ചു പോകേണ്ടതായിരുന്നു. പക്ഷെ മറുനാടനെ പോലെയുള്ള ആളുകളെ തോളിൽ കൈയിട്ട് കഴിഞ്ഞാൽ ഇതാണ് ചേച്ചി പെങ്ങളൂട്ടി സംഭവിക്കുക എന്നുള്ളത് ആലത്തൂരിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ അവരുടെ അവകാശം വിനിയോഗിച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. അല്ലാതെ വേറെ ഡെക്കറേഷനും വേറെ അതും ഇതൊന്നും നിങ്ങൾ പറയാൻ നിൽക്കണ്ട. അത് നിങ്ങൾക്ക് തന്നെ നാണക്കേടാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.